ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയിൽ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വാ. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, പിന്നെ വന്നിട്ട് പച്ചമുളക്, പിന്നെ നല്ലത് ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഓണിയൻ, ഇതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ മിക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മസാല ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം കുറച്ചൊന്ന് വഴങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ബീൻസ് ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തു. അപ്പം നല്ലോണം അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുറച്ച് വേകുന്നത് വരക്കും നമ്മൾ വന്നിട്ട് അതൊന്ന് ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. കാരണം അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വിടുക. എല്ലാം മിക്സാക്കി ഇതാകുന്ന വരക്കും നമ്മൾ ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് ഞാൻ 2 മുട്ട ഇപ്പത്ത് വെച്ചിട്ട് ചൊല്ലി വിടുന്നുണ്ട്. അപ്പോൾ ആ ചോറിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കേണ്ടിയിട്ടാണ് ഇത് വന്നിട്ട് ഇങ്ങോട്ടേക്കും മാറ്റി വെച്ചിട്ട് ആക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരുവിധം ആയി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ആകാനുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ആകുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് റൈസ് അതിൽ ചേർക്കുന്ന മാറ്റി നോക്കാം. അപ്പോൾ മുട്ടയും ഏകദേശം ചിള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പ്രിംഗ് ഓണിയൻ ഇടാനുണ്ട്. ആ സ്പ്രിംഗ് ഓണിയനും കൂടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇളക്കി വിട്ടുകൊണ്ടിരിക്കാം. സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും കാണണം. വ്യൂസ് എല്ലാം കുറവായിട്ടുള്ളത്. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, അപ്പോഴാണ് എനിക്ക് ഒരു യൂസ് ആയിട്ടുണ്ടാവുള്ളൂ. ഫുൾ വീഡിയോ കാണണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ മിക്സ് മസാല അതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് കടയിലെല്ലാം വാങ്ങാൻ കിട്ടും, ഫ്രൈഡ് റൈസ് മിക്സ് എന്നതിൻ്റെ പേര്. ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല, എന്നാലും എപ്പോഴെങ്കിലും ഒരു ദിവസമെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ മുട്ടയും ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയും നല്ലോണം അതിൻ്റെ കൂടെ മിക്സാക്കി വിടുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഫ്രൈഡ് റൈസ് ഏകദേശം ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലോണം ഇളക്കി വിട്ട് നല്ലോണം മിക്സ് ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രൈഡ് റൈസ്, നമ്മൾ ചോറ് വെക്കുന്ന അരിനെ കൊണ്ട് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ബാസ്മതി റൈസൊന്നുമല്ല, സാധാരണ നമ്മൾ പൊന്നി അരിൻ്റെ ചോറ് വെക്കുന്നില്ല, ആ റൈസാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ സോസോ മുട്ട അങ്ങനത്തെ എല്ലാം വെച്ചിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ള നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം, ഫീഡ്ബാക്ക് പറയണം. പിന്നെ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫുൾ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Thank you for watching.